എല്ലാവർക്കും നമസ്കാരം. സാരി റൈസ് പ്ലസിൻ്റെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 5 ഇയർ പ്ലാൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആ 5 ഇയർ പ്ലാൻസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ 12th 5 ഇയർ പ്ലാൻ വരെ നമ്മൾ ഫസ്റ്റ് ടു 12th വരെയാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ, ക്ലാസ്സുകളെല്ലാം കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമ്മൾ എൻ്റെ നോട്ട്സൊക്കെ വായിച്ചിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു മേഖലയാണ് ഇത് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആവും. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് ഏത് രീതി ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? നോക്കാം. നോക്കി, വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? അപ്പോൾ ഏതാണ്ട് വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? അല്ലേ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയും. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. 9ാം പഞ്ചവത്സര പദ്ധതി, 8ാം പഞ്ചവത്സര പദ്ധതി, 6ാം പഞ്ചവത്സര പദ്ധതി, 7ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 2025 ലാബോറട്ടറി അസിസ്റ്റൻറ്റ് മെയിൻ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? അപ്പോൾ ആ മെയിൻ എക്സാമിന് അത്രയും പ്രാധാന്യത്തോടു കൂടി ചോദിച്ച ക്വസ്റ്റ്യനാണ് വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി. ഏതാണ് പറഞ്ഞേ? ഏതാണ്ട് ആൻസർ 9ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ്ട് 9ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ത് ചെയ്തത്? വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അല്ലേ? 9ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which among the following are the features of the 5th 5 year plan? നോക്ക്, 5th 5 year plan 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നല്ലതുപോലെ വായിച്ച് ആൻസർ ചെയ്യുക. എന്താണ്? ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്ലാൻ വാസ് പ്രിപ്പയർഡ് ബൈ DP ധർ. ശരിയല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇറ്റ്സ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ഗരീബി ഹഠാവു. അല്ലേ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? ഇത്. അതും ശരിയാണ്. ഗരീബി ഹഠാവോ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ദ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് വാസ് 4.4%, വൈൽ ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാസ് 4.8%. അതിൻ്റെ ടാർഗറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ടാർഗറ്റ് 5th 5 ഇയർ പ്ലാൻ്റെ ടാർഗറ്റ് എത്രയാണ്? ആ ടാർഗറ്റ് ചെയ്തത് 4.4%, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 4.8% ആണോ? ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. എംഫസൈസ്ഡ് ഓൺ എംപ്ലോയ്മെൻറ്റ് ഇൻ കോൺട്രാസ്റ്റ് ടു നെഹ്റു മോഡൽ. അപ്പോൾ എംഫസൈസ്ഡ് ഓൺ എന്തിന് ഊന്നൽ കൊടുത്തു? എംപ്ലോയ്മെൻറ്റ്, തൊഴിലിന് ഊന്നൽ കൊടുത്തു. ഇൻ കോൺട്രാസ്റ്റ് നെഹ്റു മോഡൽ. നെഹ്റു മോഡലിന് വിരുദ്ധമായിട്ട് എന്തിന്? തൊഴിലിന് ഊന്നൽ കൊടുത്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഊന്നൽ കൊടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ട് വരേണ്ടതാണ്. PSCയുടെ ആൻസറിൽ അവരെന്താണത് തെറ്റാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശരിയായിട്ട്, കാരണം നെഹ്റു മഹൽനോബിസ് മോഡലൊക്കെ എന്താണ് കൂടുതലും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ആ തൊഴിലവസരങ്ങൾ കുറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് നെഹ്റുവിയൻ മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എംഫസൈസ്ഡ് ഓൺ എംപ്ലോയ്മെൻറ്റ് ഇൻ കോൺട്രാസ്റ്റ് ടു നെഹ്റു മോഡൽ. നെഹ്റു മോഡലിന് വിരുദ്ധമായിട്ട് എംപ്ലോയ്മെൻറ്റിന് പ്രാധാന്യം വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതവർ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് ആ ഓപ്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് 1, 2, 3 ആൻസർ ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 1, 2, 3 അല്ലേ? 1, 2, 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചതാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് എംഫസൈസ്ഡ് ഓൺ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ചില ടെക്സ്റ്റുകളിലൊക്കെ അത് കറക്റ്റ് പറയുന്നത്. പക്ഷേ PSCയുടെ ആൻസറിൽ നമുക്ക് PSCയുടെ ആൻസറിൽ എടുക്കാൻ പറ്റൂ. അപ്പോൾ അതിൽ ഇത് തെറ്റായിട്ടാണ്. എംഫസൈസ്ഡ് ഓൺ എംപ്ലോയ്മെൻറ്റ് ഇൻ കോൺട്രാസ്റ്റ് നെഹ്റു മോഡൽ. നെഹ്റു മോഡലിന് വിരുദ്ധമായിട്ട് ഈ പദ്ധതി എന്താണ്? എംപ്ലോയ്മെൻറ്റിന് പ്രാധാന്യം കൊടുത്തെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം അത് തെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കറക്റ്റ് അബൌട്ട് സെക്കൻഡ് 5 ഇയർ പ്ലാൻ? നോട്ട് കറക്റ്റ് എന്നാണ്. ശരിയല്ലാത്തത് ഏത്? ഏതുമായി ബന്ധപ്പെട്ട്? സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? നോക്കാം നമുക്ക്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ നമുക്ക് അറിഞ്ഞൂടെ? 51, 56, 56, 61 അല്ലേ? 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പീരീഡ് എന്നാണ്? 56 മുതൽ 61 വരെയാണ്. അപ്പോൾ അതിനകത്ത് ശരിയല്ലാത്ത പ്രസ്താവന നമുക്ക് നോക്കാം. ബോംബെ പ്ലാൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് വാസ് പ്രപ്പോസ്ഡ്. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ത് ചെയ്തു? 5 ഇയർ പ്ലാനിലാണ് ബോംബെ പ്ലാൻ, സാമ്പത്തിക വികസനത്തിന് വേണ്ടി ബോംബെ പ്ലാൻ പ്രപ്പോസ് ചെയ്താണോ? ബോംബെ പ്ലാൻ എന്നാണ് 1944 അല്ലേ? നമ്മൾ പഠിച്ചതാണ്. 1944 അപ്പോൾ അത് തെറ്റാണ്.
ഇനി നോക്ക്, ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ മഹലനോബിസ് മോഡൽ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരിയാണ്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തിരിക്കുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ്. ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ് സ്ഥാപിതമായി. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ് ഒക്കെ കൂടുതൽ എവിടെയാണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് അത്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ്. നമുക്കറിയാം സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഈ പറയുന്ന സ്റ്റീൽ പ്ലാന്റുകളൊക്കെ ആരംഭിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണ്. ഗാഡ്ഗിൽ യോജന ഓഫ് ഇക്കണോമിക് സെൽഫ് സഫിഷ്യൻസി വാസ് സ്റ്റാർട്ടഡ്. ഗാഡ്ഗിൽ യോജന, അല്ലെ? ഗാഡ്ഗിൽ പദ്ധതി പ്രകാരമുള്ള ഇക്കണോമിക് സെൽഫ് സഫിഷ്യൻസി ആരംഭിച്ചു. അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലെ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ 1, 3, 5 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്, അല്ലെ? സോറി, തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്ക്, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്? ഇതിനകത്ത് ഈ ഓപ്ഷൻസ്, നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഇതിനകത്തുണ്ടോ? ഇല്ല. 1, 3, 5 ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു? ആ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കാത്തതിൻ്റെ കാരണം ഇതെന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യപ്പെട്ട, ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. KS ഓഫീസർ ജൂനിയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്യാൻസൽ ചെയ്യാൻ കാരണം എന്താണ്? പ്രധാനമായിട്ടും ഇതിൻ്റെ ഓപ്ഷൻസ് കണ്ടോ? തെറ്റായ, നോട്ട് കറക്റ്റ്, തെറ്റല്ലേ, ശരിയല്ലാത്ത പ്രസ്താവനയാണ്, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തെറ്റായ പ്രസ്താവനയുടെ മാർക്ക് ചെയ്തു, പക്ഷേ എന്താണ്? ഓപ്ഷനിൽ ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു? അത് ക്യാൻസൽ ചെയ്യപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? ഇനി, വിച്ച് സ്ട്രാറ്റജി എംഫസൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെവി ഇൻഡസ്ട്രി ടു അച്ചീവ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ? അപ്പോൾ വിച്ച് സ്ട്രാറ്റജി എംഫസൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെവി ഇൻഡസ്ട്രി? അപ്പോൾ ഏത് തന്ത്രമാണ്, ഏത് സ്ട്രാറ്റജിയാണ് ഊന്നൽ കൊടുത്തത്? എന്തിന്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെവി ഇൻഡസ്ട്രി, അല്ലേ? ലാർജ് സ്കെയിൽ, വൻകിട വ്യവസായങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന സ്ട്രാറ്റജി. എന്തിന്? ടു അച്ചീവ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വളരെ വേഗത്തിലുള്ള വ്യവസായവൽക്കരണത്തിന്. ഏത്? ഡ്യൂറിംഗ് ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വളരെ വേഗത്തിലുള്ള വ്യാവസായികവൽക്കരണത്തിന് വേണ്ടി ഹെവി ഇൻഡസ്ട്രീസിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റിന് പ്രാധാന്യം കൊടുത്ത സ്ട്രാറ്റജി ഏതാണെന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഫോളോ ചെയ്ത സ്ട്രാറ്റജി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2025 ചോദിച്ചതാണ്. ഏതാണ്ട് സ്ട്രാറ്റജി പറഞ്ഞേ? മഹൽനോബിസ് സ്ട്രാറ്റജി ആണോ? ഗരീബി ഹഠാവോ സ്ട്രാറ്റജി? ഹരോ ഡോമർ റോളിംഗ് പ്ലാൻ സ്ട്രാറ്റജി? ഏതാണ്? സെക്കൻഡ് 5 ഇയർ പ്ലാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ അല്ലേ? യെസ്, ഓപ്ഷൻ എ ആണ്, മഹലനോബിസ് സ്ട്രാറ്റജിയാണ്. അടുത്ത നോക്ക്, വിച്ച് ആർ ദ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ 5 ഇയർ പ്ലാൻസ്? ഇന്ത്യൻ 5 ഇയർ പ്ലാൻസിന്റെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്, ദീർഘകാല ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി, ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സെൽഫ് റിലയൻസ്, ബാലൻസ് ബഡ്ജറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഫിസ്ക്കൽ ഡിസിപ്ലിൻ. പറഞ്ഞയുടെ ഏതാണ് ആൻസർ വരിക? 2025 ക്വസ്റ്റ്യൻ തന്നെയാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. ഇന്ത്യൻ ഓരോ 5 ഇയർ പ്ലാൻസിനും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ 5 ഇയർ പ്ലാൻസിന് കോമൺ ആയിട്ട് പൊതുവെ എന്താണ്? ചില ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇത് ഏതാണ്? ഓപ്ഷൻ സി നോക്കി, ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത്, സോഷ്യൽ ജസ്റ്റിസ്, സെൽഫ് റിലയൻസ്. ഒരെണ്ണം കൂടി വരണം. ഏത്? മോഡേണൈസേഷനും കൂടിയുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ടില്ല എങ്കിൽ ഇത് മൂന്നെണ്ണവും എന്താണ്? ഹൈ ഗ്രോത്ത് റേറ്റ്, അതായത് GDP ഗ്രോത്ത് റേറ്റ്, സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാളിറ്റി, അതുപോലെ സെൽഫ് റിലയൻസ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ? ആൻസർ പറയാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ചു നോക്കണം. ശരിയായ പ്രസ്താവനയാണോ ശരിയല്ലാത്ത? 2025 തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ചോദിച്ചതാണ്. നോക്ക്, ഇപ്പം ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 51 മുതൽ 56 വരെയാണ്. അത് ശരിയല്ലേ? ശരിയാണ്, നമുക്കറിയാം. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതും ശരിയാണ്, അല്ലേ? മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ആ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന കാലത്താണ് നമ്മുടെ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 68-70 കാലയളവിലാണ്. ആണോ? റോളിംഗ് പ്ലാന്റെ കാലയളവ് എന്താണ്? 78-80 അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 78-80 മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിൽ, അല്ലേ? അദ്ദേഹമാണ് റോളിംഗ് പ്ലാൻ. ഗുണാർ മിർഡാളിന്റെ ആശയമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 68-70 അല്ലാതെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അവസാനത്തെയും കൂടെ നോക്കാം. 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആണ്. ആണോ?
ഓരോ ഇതിൻ്റെയും പീരീഡ് കൃത്യമായിട്ട് അറിയാൻ പറ്റണം നമുക്ക്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 2012 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഒരേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ടുള്ളത്. നോക്കിയാലോ? യെസ്, ഓപ്ഷൻ സി ആണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968-70. അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി വിച്ച് 5-year പ്ലാൻ എയിംഡ് അറ്റ് അച്ചീവിംഗ് ഗരീബി ഹഠാവോ, ദാറ്റ് മീൻസ് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി. ഗരീബി ഹഠാവോ നേടിയെടുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ച പഞ്ചവത്സര പദ്ധതി, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമായി കണ്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? അതും 2025 ഗ്രാജുവേറ്റ് ലെവൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ചോദിച്ചാണ്. സ്റ്റേജ് 1 ചോദിച്ചതാണ്. ഏതാണ് ഗരീബി ഹഠാവോ? 3rd 5-year പ്ലാൻ, 4th 5-year പ്ലാൻ, 6th 5th. ഏതാണ് പറഞ്ഞ ആൻസർ? പെട്ടെന്ന് പറഞ്ഞേ. ഏതാണ്ടേ 5th 5-year പ്ലാൻ അല്ലേ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, 5th 5-year പ്ലാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേരള മോഡൽ വികസന പദ്ധതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പല ടെസ്റ്റുകളിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു വട്ടം ഇത് കാണുന്നുള്ളൂ, പക്ഷേ ഓർക്കുക, ഇത് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 1ാം പദ്ധതി, 5ാം പദ്ധതി, 10ാം പദ്ധതി, 6ാം പദ്ധതി. ഏതാണ്ടേ പറഞ്ഞേ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി അല്ലേ? ആൻസർ കിട്ടിയോ? ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തത്, 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആര്? 1ാം പഞ്ചവത്സര പദ്ധതി, അതായത് അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ മലയാളി. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 തന്നെയാണ് ICDS സൂപ്പർവൈസർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? KN രാജ്, അമർത്യ സെൻ, M കുഞ്ഞാമൻ, VKRV റാവു. ആരാണ്? KN രാജാണ്. കേരള മോഡൽ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ്. കേരള മോഡലിന്റെ ഉപജ്ഞാതാവാണ്, പ്രൊഫൗണ്ടറാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ ട്രിവാൻഡ്രത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപിച്ചതൊക്കെ ആരാണ്? KN രാജാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത്. ഓപ്ഷൻ എ ആണ്. കിട്ടിയല്ലോ ആൻസർ? ഇനി താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? അതും 2025 ICDS സൂപ്പർവൈസർ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. താഴെ പറയുന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഏതായിരുന്നു? സ്ഥിരതയോടുകൂടിയ വളർച്ച, സുസ്ഥിര വികസനം, ആധുനികവൽക്കരണം, മാനവശേഷി വികസനം. പറഞ്ഞേടേ, ഏതാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമാണ്. ഓക്കെ, ഓപ്ഷൻ ബി. കിട്ടിയല്ലോ? കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഏത്? കുടുംബശ്രീ ആരംഭിച്ചത് 98 98 കുടുംബശ്രീ ആരംഭിച്ചത്. അപ്പോൾ ആ വർഷം അറിയാമെങ്കിൽ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ആലോചിച്ച് പെട്ടെന്ന് കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഒന്ന് എഴുതി നോക്കേണ്ടി വരും അവസാനം. കൃത്യമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, ആൻസർ കർപ്പിക്കാൻ പറ്റും. കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി 8ാം പദ്ധതി, 9ാം പഞ്ചവത്സര പദ്ധതി, 7ാം പഞ്ചവത്സര പദ്ധതി, 5ാം പദ്ധതി. ഏതാണ്? 98 98 എന്ന് പറയുമ്പോൾ ഏത് പദ്ധതിയാണ്? ഏത് പദ്ധതി വരെയോടെ? ഇപ്പോൾ 92 97 വരെ ഏത് പദ്ധതിയാണ്? 8ാം പദ്ധതിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ്? 98 അപ്പോൾ 9ാം പദ്ധതിയിലാണ് വരിക. 9ാം പദ്ധതി ഓപ്ഷൻ സി ആണ്. 92 മുതൽ 97 വരെ 8ാം പദ്ധതിയാണ്. 7 മുതൽ 2002 വരെ ഏതാണ്? 9ാം പദ്ധതിയാണ്. അപ്പോൾ ഏതിലാണ് വരുന്ന? കുടുംബശ്രീ 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്കറിയാം മലപ്പുറത്താണ് അത് ഉദ്ഘാടനം ചെയ്ത് ഇനാഗ്രേറ്റ് ചെയ്തത്. അത് ഇനാഗ്രേറ്റ് ചെയ്ത അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന AB വാജ്പേയി ആണ്, അടൽ ബിഹാരി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് ഒരുപാട് പഠിച്ചതാണ് നമ്മൾ. അടുത്ത ലേറ്റസ്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ICDS സൂപ്പർവൈസർ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ വിഷയം ഏത്? വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയും. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് ഇനിഷ്യേറ്റീവ് എടുത്തത് എന്ത്? 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇവിടെ തെറ്റായതാണ് ചോദ്യം കേട്ടോ. തെറ്റായ വിഷയം ഏതെന്നാണ് ചോദ്യം, തെറ്റായ സ്റ്റേറ്റ്മെന്റ്. 1994 കേരള പഞ്ചായത്തി രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തന ഊർജ്ജം പകർന്നു. അപ്പോൾ 94 പാസാക്കിയ കേരള പഞ്ചായത്തി രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്നു. ശരിയല്ലേ? ശരിയാണോ സ്റ്റേറ്റ്മെന്റ്? യെസ്, ശരിയാണ്.
9ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരള വികസന പദ്ധതി എന്ന പേരിൽ വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിൽ വരുത്തി. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. കേരള വികസന പദ്ധതി, കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന 9ാം പദ്ധതിയാണോ? അല്ല, 10ാം പദ്ധതിയാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, തെറ്റാണ്. അപ്പോൾ 3 മാത്രം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നോക്കിയാലോ, ഓപ്ഷൻ ബി ആണ് കേട്ടോ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ബി ആണ്. കിട്ടിയല്ലോ, ആൻസർ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഏതൊക്കെയാണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത. അപ്പോൾ നോക്ക് 4ാം പദ്ധതി. അപ്പോൾ ഒന്നാമത്തെ നോക്ക്, സ്ഥിരതയോടുകൂടിയ വളർച്ച എന്ന് പറയും അല്ലേ. ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. അതെന്താണ്? 4ാം പദ്ധതിയുടെ ലക്ഷ്യമാണ്, നമ്മൾ പഠിച്ചതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആണോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാം പദ്ധതിയുടെ ലക്ഷ്യമാണ്. 5ാം പദ്ധതിയുടെ ലക്ഷ്യമാണ്. അടുത്ത എന്താണ്? സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം ഏതിൻ്റെയാണ്? 4ാം പദ്ധതിയുടെ ലക്ഷ്യമാണ്. അടുത്തത് എന്താണ്? 4ാമത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്ത വരുന്നുണ്ടോ? ഇല്ല, അത് 3ാം പദ്ധതിയിലാണ് അത് വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം ഏതാണ് ആൻസർ? ഓപ്ഷൻ എയിലാണ് വരുന്നത്. ശരിയാണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ, ആൻസർ കിട്ടിയല്ലോ. അടുത്ത നോക്കി, ചേരുംപടി ചേർക്കാനാണ് ക്വസ്റ്റ്യൻ. നോക്ക്, 1ാം പഞ്ചവത്സര പദ്ധതി 1, 2, 3, 9, 11ാം പദ്ധതി അതുമായിട്ട് ചേരുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് 1-2 എണ്ണം അറിയാമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും. മിക്കുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് അങ്ങനെ എത്താൻ പറ്റും. ഇവിടെ പറ്റുമെന്ന് നോക്കാം നമുക്ക്. 1ാം പഞ്ചവത്സര പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ചേരുന്നത്? 1ാം പദ്ധതി കൃഷിക്ക് പ്രാധാന്യം. അപ്പോൾ A2 അല്ലേ, എയുമായിട്ട് ചേരുന്ന ഏതാണ്? 2 ആണ് ചേരുന്നത്. അപ്പോൾ A2 ഏതൊക്കെയാണ്? A2 2 ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ബിയും ഡിയും കട്ട് ചെയ്തൂടെ? ബിയിലും ഡിയിലും എന്താണ്? A3 ആണ് കൊടുത്തേക്കുന്നത്, മറ്റിടത്ത് A4 ആണ്. അപ്പോൾ നമുക്ക് ബിയും ഡിയും അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ എയിലോ സിയിലോ ഉള്ളത് ഏതാണ്? അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട്, പെട്ടെന്ന് നമ്മൾ 2 ഓപ്ഷനിലോട്ട് എത്തി. ഇനി അത് നോക്കിയാൽ മതി. 2ാം പദ്ധതി ഏതാണ്? PC മഹലനോബിസ് കിടക്കുന്നത് കണ്ടോ, PC മഹലനോബിസ്. അപ്പോൾ 2 അല്ലേ, B3 ആണ്. അപ്പോൾ B3, ഇപ്പോൾ പണിപാളി അല്ലേ, B3 അവിടെ നമുക്ക് സെയിം ആണ് കൊടുത്തേക്കുന്നത്. അടുത്ത് നോക്കാം, 3ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതിയിൽ പറഞ്ഞിരുന്നത്. പിന്നെ ബാക്കിയുള്ളത് ഗാഡ്ഗിൽ യോജനയുണ്ട്, സാമൂഹ്യ നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ചയുണ്ട്, ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉണ്ട്. ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് ഉള്ളത്. അപ്പോൾ ഏതാണ് വരുന്നത്? സിയിൽ വരിക ഏതാണ്? സി. 3ാം പദ്ധതി എന്ന് പറയുമ്പോൾ ഗാഡ്ഗിൽ യോജനയാണ് വരിക. ഗാഡ്ഗിൽ യോജന അല്ലേ, 3ാം പദ്ധതി അറിയപ്പെടുന്നത് എന്താണ്? ഗാഡ്ഗിൽ യോജന എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ C1 അവിടെയും എന്താണ്? സെയിം ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നോക്കാം, ഡി. 9ാം പദ്ധതി. 9ാം പദ്ധതിയിൽ ബാക്കിയുള്ളത് ഏതാണ്? 2 ഓപ്ഷൻസ് ഉണ്ട്. സാമൂഹ്യ നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഏതാണ് 9ാം പദ്ധതി? ഏതാണ്? D4 ആണ് വരിക അല്ലേ. സാമൂഹ്യ നീതിയിലും സമത്വത്തിലും അല്ലേ, സോഷ്യൽ ജസ്റ്റിസിലും ഇക്വാളിറ്റിയിലും അധിഷ്ഠിതമായ വളർച്ച നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആ ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? D4 ആണ്. കണ്ടല്ലോ, D4. പക്ഷേ ഇവിടെ സിയിൽ D5 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ലാസ്റ്റ് ഓപ്ഷൻ കൂടെ നോക്കാം. 11ാം പദ്ധതി നമുക്കറിയാം, ഇൻക്ലൂസീവ് ഗ്രോത്ത്, സമഗ്ര വികസനം അല്ലേ. 11ാം പദ്ധതി എന്താണ്? ഇൻക്ലൂസീവ്, ഫാസ്റ്റർ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് നമ്മൾ പഠിച്ചതാണ്. 11ാം പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. നമുക്ക് നോക്കാം. ശരിയാണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. കണ്ടോ, 2024 മേട്രൺ ഗ്രേഡ് 1 ആണ്. അതിൻ്റെ മെയിൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്ക്, സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ, അസേർഷൻ അതുപോലെ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ദൃഢപ്രസ്താവനയും അതുപോലെ അതിൻ്റെ കാരണവുമാണ് ചോദിക്കുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ അസേർഷനാണ് വായിക്കുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. എന്താണ്? 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് എന്താണ്? ഘന വ്യവസായങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? വൻകിട വ്യവസായങ്ങൾ, ഇരുമ്പുരുക്ക് വ്യവസായം, അങ്ങനെയുള്ള വൻകിട വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു അല്ലേ. അടിസ്ഥാന വ്യവസായങ്ങളിലുള്ള അല്ലെങ്കിൽ പിന്നെ വൻകിട വ്യവസായങ്ങളിലുള്ള എന്തിന് ഊന്നൽ കൊടുത്തു? പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. ഏത് കാലഘട്ടത്തിൽ? 2ാം പഞ്ചവത്സര. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2ാം പഞ്ചവത്സര പദ്ധതിയിൽ കൃഷിക്കാണോ വ്യവസായത്തിനാണോ പ്രാധാന്യം കൊടുത്തത്? ഏതാണ് പറഞ്ഞേ? വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ എന്താണ്? അസേർഷൻ, ദൃഢപ്രസ്താവം ശരിയാണ് അല്ലേ. ഇനി അടുത്ത് നോക്ക്, റീസൺ നോക്ക്. ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് പൊതുമേഖലാ നിക്ഷേപത്തിന് കളമൊരുക്കി, അല്ലെങ്കിൽ അടിസ്ഥാന ഖര വ്യവസായങ്ങൾ അല്ലെങ്കിൽ വ്യാവസായിക രംഗത്ത് പൊതുമേഖലാ നിക്ഷേപത്തിന്, ഗവൺമെന്റ് സെക്ടറിന്റെ നിക്ഷേപത്തിന് എന്തുകൊണ്ട് ഊന്നൽ കൊടുത്തു എന്ന് ചോദിച്ചാൽ എന്ത്? ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സ്വകാര്യ മേഖല എന്തായിരുന്നു? ദുർബലമായിരുന്നു.
വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉണ്ടായിരുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? റീസണും ശരിയാണ്, റീസണും ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? എയും ആറും ശരിയാണ്, അസർഷനും റീസണും ശരിയാണ്. കൂടാതെ ആർ കൃത്യമായ വിശദീകരണവുമാണ്. റീസൺ കൃത്യമായ കൃത്യമായ വിശദീകരണവുമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. 2024 LD ക്ലർക്ക് ഇടുക്കി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. അസർഷനും റീസണും ശരിയാണ്. കൂടാതെ റീസൺ എന്ന് പറയുന്നത് അസർഷന്റെ ദൃഢപ്രസ്താവത്തിന്റെ ശരിയായ വിശദീകരണവുമാണ്. അടുത്ത നോക്ക്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? നോക്ക്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഏതാണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും 1-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതി, 6-ാം പദ്ധതി, 8-ാം പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഫുഡ് സെൽഫ് സഫിഷ്യൻസി, അതുപോലെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, സെൽഫ് റിലയൻസ് എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 3-ാം പഞ്ചവത്സര പദ്ധതി. കിട്ടിയല്ലോ അല്ലേ? 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്ത നോക്ക്, പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട പൊതുവായ ലക്ഷ്യങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏത്? പൊതുവായ ലക്ഷ്യങ്ങൾ, ഓരോന്നിന്റെ ലക്ഷ്യങ്ങളല്ല, പൊതുവായിട്ട് 2024 ക്ലർക്ക് LD ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. നോക്ക്, GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. ശരിയല്ലേ? GDP വളർച്ചാ നിരക്കാണ് എന്ത്? സാമ്പത്തിക വളർച്ച. കാര്യം സാമ്പത്തിക വളർച്ച പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. അപ്പോൾ GDP വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. അടുത്ത നോക്ക്, സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്നാൽ ഇറക്കുമതിയിലുള്ള വർധനവാണ്. സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്താണ്? ഒരു ലക്ഷ്യമാണ്. മോഡേണൈസേഷൻ ഒരു ലക്ഷ്യമായിരുന്നു പഞ്ചവത്സര പദ്ധതി. അപ്പോൾ നവീകരണം എന്നാൽ എന്താണ്? ഇറക്കുമതിയിലുള്ള വർധനവാണത്. തെറ്റാണ്. വീക്ഷണഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സ്വാശ്രയത്വം. ആണോ? അല്ല, അത് തെറ്റാണ്. സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ വീക്ഷണഗതിയിലുള്ള മാറ്റമല്ല, നമ്മുടെ സ്വന്തം വിഭവങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്വാശ്രയത്വം. അടുത്ത, നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. അല്ലെ? നീതിയുടെ അഭാവത്തിൽ, ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാളിറ്റി ഇല്ല എങ്കിൽ രാജ്യത്ത് സമത്വമില്ല, ആളുകൾക്കിടയിൽ എന്താണ് വരുമാനം, സാധാരണക്കാർക്കിടയിലേക്ക് വരുമാനവും സമ്പത്തും എത്തിയില്ല എങ്കിൽ നമ്മൾ ആ രാജ്യം നേടിയെടുക്കുന്ന സാമ്പത്തിക വളർച്ച എന്താണ്? നിരർത്ഥകമാണ്. ദാറ്റ് മീൻസ് മീനിങ്ലെസ് ആണ്, അർത്ഥമില്ലാത്തതാണ്, അർത്ഥശൂന്യമാണ്. ശരിയല്ലേ? അത് ശരിയാണ്. ഇതെന്താണ്? ഇത് ഏതിനെ ബേസ് ചെയ്തെന്നറിയാമോ? NCERT +1 2-ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ ഇക്കോണമി ഫ്രം 1950 to 1990 എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ ആണ്? പ്ലാനിങ് കമ്മീഷനെ കുറിച്ചും 5 ഇയർ പ്ലാൻസിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ചാപ്റ്ററാണെന്ന് പറയുന്നത്. അവിടെ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഗ്രോത്ത്, മോഡേണൈസേഷൻ, അതുപോലെ സെൽഫ് റിലയൻസ്, ഇക്വിറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ NCERT ഒക്കെ നല്ലതുപോലെ, അപ്പോൾ നമ്മളെ നോട്ട്സിലെല്ലാം അത് ഉൾപ്പെടുത്തിയാണ് തന്നിരിക്കുന്നത്. ഇതെന്താണ്? ആ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ് പഠിച്ചിട്ടുള്ളവർക്ക് നല്ലതുപോലെ മനസ്സിലായി കാണും ഇത്. അപ്പോൾ 1ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ഉള്ളത്? ശരിയായിട്ട് ഉള്ളത്. 1ഉം 4ഉം ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്ക്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. 2-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? നോക്കാം. മാൽനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ശരിയല്ലേ? ബന്ധമില്ലാത്തതാണ്, ബന്ധമുള്ളതാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. ആണോ? അല്ല. അല്ലേ? വ്യവസായങ്ങൾക്കാണ് പ്രാധാന്യത. 3, വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശരിയാണ്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു. ഭിലായ്, റൂർക്കേല, അല്ലേ? നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് 1, 3, 4 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബന്ധമില്ലാത്തത് 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. 2024 ഓഫീസ് അറ്റൻഡർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതാ 2. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്ക് നോക്കാം. ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? കിട്ടിയല്ലോ? അടുത്ത നോക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? അല്ലേ? നേരത്തെയും വേറൊരു രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ വന്നതാണ്. LDC ആലപ്പുഴ, അല്ലെ? ആലപ്പുഴ പാലക്കാട് റിപ്പീറ്റ് ചെയ്ത് വെച്ചു, അല്ലേ? ആലപ്പുഴയിലും പാലക്കാടും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 1, 2, 3, 4 ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ പഠിച്ചതാണ്? ഓപ്ഷൻ സി ആണ്. 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കിട്ടിയല്ലോ ആൻസർ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദാ നോക്ക്, 2024 തന്നെയാണ്. LD ക്ലർക്ക് പത്തനംതിട്ട ചോദിച്ചതാണ്. ഇന്ത്യയിൽ 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷേ ഇത് നമ്മൾ തെറ്റിക്കാനും ഇത് മതി.
കേട്ടോ. നമ്മൾ സിമ്പിളാന്ന് വിചാരിക്കും, ചിലപ്പോൾ ചാടിക്കയറി എന്ത് ചെയ്യും, 50 കറുപ്പിച്ച് കളയും നമ്മൾ, 50, 51. അപ്പോൾ 50 പ്ലാനിംഗ് കമ്മീഷന്റെ വർഷമാണ്. പക്ഷെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഓപ്ഷൻ ഡി ആണ്, 51. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്ക്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2024 ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് 5-year പ്ലാൻ ഇന്ത്യ ഈസ് നോൺ ആസ് ഗാഡ്ഗിൽ യോജന? ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന ഗാഡ്ഗിൽ പദ്ധതി എന്നൊരു ഒരുപാട് തവണ ചോദിച്ചതാണ്, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ്. 5th 5-year പ്ലാൻ, 4th 5-year പ്ലാൻ, 2nd 5-year പ്ലാൻ, 3rd 5-year പ്ലാൻ. ഏതാണ് ആൻസർ പറഞ്ഞേ? സെക്കൻഡ് ആണോ തേർഡ് ആണോ? ഏതാണ്? 3rd 5-year പ്ലാൻ ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന ഓപ്ഷൻ ഡി ആണ്. അടുത്ത നോക്ക്, റിപ്പോർട്ടർ ഗ്രേഡ് 2 ആണ് ചോദിച്ച ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ഇന്ത്യസ് 5-year പ്ലാൻസ്? ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദ്യം. ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ 5th പ്ലാൻ വാസ് പ്രിപ്പയർഡ് ആൻഡ് ലോഞ്ച്ഡ് ബൈ DP ധർ. അല്ലെ, നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതും ലോഞ്ച് ചെയ്തതും DP ധർ ആയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഗ്രീൻ റെവല്യൂഷൻ വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ദ 5th 5-year പ്ലാൻ ആണോ? അല്ല, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ 3rd 5-year പ്ലാനിലാണ്. തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ്. ടാർഗറ്റ് ഓഫ് ദ 8th 5-year പ്ലാൻ വാസ് 5.6 ആൻഡ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാസ് 6.8%. 6.8%. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ടാർഗറ്റിൽ നോക്കിയാൽ മതി, ടാർഗറ്റ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ആ 8th 5-year പ്ലാന്റെ ടാർഗറ്റ് ചെയ്ത് 5.6ഉം ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വലിയ വിജയമായിരുന്നു 6.8ഉം. അപ്പോൾ 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. 1, 3. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്ക് നോക്കാം, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത്, ഇൻ വിച്ച് 5-year പ്ലാൻ നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം aims to improve access to the life transforming transplantation for needy citizens of our country? ഏത് 5-year പ്ലാനിലാണ് നമ്മൾ പഠിച്ചത്? നാലോചിച്ച് നോക്കിയേ. ഇൻ വിച്ച് 5-year പ്ലാൻ നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം, അല്ലേ? ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അവയവ മാറ്റ പദ്ധതി, അല്ലെങ്കിൽ ദേശീയ അവയവമാറ്റ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. എന്താണ്? access the life transforming transplantation of needy citizens of our country. നമ്മുടെ രാജ്യത്ത് ഓർഗൻ ആവശ്യമുള്ള ആളുകൾക്ക് ലൈഫ് ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്ഫോർമേഷൻ, അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് എന്തായി മാറുന്നു? ലൈഫ് ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്പ്ലാന്റേഷൻ ആയി മാറ്റുന്ന ഒരു പദ്ധതിയാണെന്ന് വെച്ചാൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്നൊരു ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്ത 5-year പ്ലാൻ ഏതാണ് എന്നാണ് ചോദ്യം. 13th 5-year പ്ലാൻ, 12th 5-year പ്ലാൻ, 10th 5-year പ്ലാൻ, 11th 5-year പ്ലാൻ ഏതാണ്? നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചതുമാണ്. ഏതാണ്? ഓപ്ഷൻ സി അല്ലേ, 12th 5-year പ്ലാൻ ആണ്. മറക്കരുത്, ഒത്തിരി തവണ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഏത് 5-year പ്ലാനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? 12th 5-year പ്ലാൻ. അടുത്ത ക്വസ്റ്റൻ നോക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് ദ മെയിൻ തീം ഓഫ് ഇന്ത്യസ് 12th 5-year പ്ലാൻ? അതായത് ഈ പറഞ്ഞിരിക്കുന്നതിൽ 12th 5-year പ്ലാന്റെ പ്രധാനപ്പെട്ട തീം ഏതാണ്? 12th 5-year പ്ലാന്റെ പീരീഡ് അറിയാമല്ലോ, 2012 to 2017. ഏതാണ്ട് ഗരീബി ഘടാവോ ആണോ? അല്ല. ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി ആണോ? ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി അല്ല. പോവർട്ടി എലിവേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും അല്ല. പിന്നെ ഏതാണ്? ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 12th 5-year പ്ലാന്റെ പ്രധാനപ്പെട്ട ഒരു തീമായിരുന്നു ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്നു. അടുത്ത 2020 അസിസ്റ്റന്റ് കമ്പൈലർ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം, അല്ലെ? സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം, പദ്ധതിയുടെ അവധി ദിനങ്ങളുടെ കാലഘട്ടം എന്നാണ്. പറഞ്ഞേ, എന്നാണ്ടേ 1970, 73, 66, 69, 60, 64, 65, 68. ആൻസർ കിട്ടിയോടെ? ഏതാണ്? ഓപ്ഷൻ ബി കണ്ടോ? 66 മുതൽ 69 വരെയാണ് പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, സുസ്ഥിര വികസനം. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. സമഗ്ര വികസനം 12th 5-year പ്ലാനിൽ വരുന്നുണ്ട്. അപ്പോൾ ചാടിക്കയറി കറുപ്പിച്ച് കളയരുത്. സമഗ്ര വികസനം 11th 5-year പ്ലാനിലും 12th 5-year പ്ലാനിലും ഒരുപോലെ വരുന്ന ഒന്നാണ് സമഗ്ര വികസനം, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ 12th 5-year പ്ലാൻ ഏത് കൂടി വരുന്നുണ്ട്? ആ സുസ്ഥിര വികസനം. അപ്പോൾ സുസ്ഥിര വികസനത്തിനാണ്. അപ്പോൾ സമഗ്ര വികസനം ഉണ്ട് എങ്കിൽ കൂടിയും
സുസ്ഥിര വികസനത്തിനാണ് 12th 5 ഇയർ പ്ലാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ സുസ്ഥിര വികസനം ഓപ്ഷനിലുണ്ട് എങ്കിൽ ഏതേ കറുപ്പിക്കാൻ പറ്റൂ? സുസ്ഥിര വികസനം മാത്രമേ കറുപ്പിക്കാൻ പറ്റൂ. അപ്പോൾ സുസ്ഥിര വികസനം അവിടെ ഉണ്ട്. അതുകൊണ്ട് 12th 5 ഇയർ പ്ലാൻ 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏതാണ്? സുസ്ഥിര വികസനം. 2027 ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പോൾ സുസ്ഥിര വികസനം. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായല്ലോ. സമഗ്ര വികസനവും സുസ്ഥിര വികസനവും ഒരുമിച്ചാണ് വരുന്നത്. പക്ഷേ സുസ്ഥിര വികസനത്തിനാണ് 12th 5 പ്ലാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് സുസ്ഥിര വികസനം ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏതേ കറുപ്പിക്കാൻ പറ്റൂ? സുസ്ഥിര വികസനമേ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഈ സമഗ്ര വികസനം കൂടുതലും ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഏതുമായി ബന്ധപ്പെട്ടാണ്? 11th 5 പ്ലാനുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ചോദിക്കും. സമഗ്ര വികസനവും സുസ്ഥിര വികസനവും ഒന്ന് ഒരുമിച്ച് ചോദിച്ചാൽ ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ ആണല്ലോ. അടുത്ത നോക്ക്, ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 2024 തന്നെ ചോദിച്ച ക്വസ്റ്റൻ ആണ്. വിച്ച് 5 ഇയർ പ്ലാൻ ഡിഡ് ദ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഇന്ത്യ? ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഇന്ത്യാസ് ഏത് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. 7th 5 ഇയർ പ്ലാൻ, 10th 5 ഇയർ പ്ലാൻ, 9th 5 ഇയർ പ്ലാൻ, 11th 5 ഇയർ പ്ലാൻ. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഏത് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 9th 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് 5 ഇയർ പ്ലാൻ ആണ്ടേ? 9th 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ലോഞ്ച് ചെയ്യുന്നത് 9th 5 ഇയർ പ്ലാനിലാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്ക്, 2024 ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ചോദിച്ചതാണ്. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഒരുപാട് പേരും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരാണ്. അപ്പോൾ ഓർക്കുക, കേരളത്തിൽ അപ്പോൾ വിചാരിക്കും 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ക്യാൻസൽ ആയില്ലേ, അപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറഞ്ഞ് വന്നവരുണ്ട്. ഓർക്കുക, കേരളത്തിൽ ഇപ്പോഴും എന്തുണ്ട്? പഞ്ചവത്സര പ്ലാനിംഗ് കമ്മീഷനും, അതായത് പ്ലാനിംഗ് ബോർഡ്, പ്ലാനിംഗ് കമ്മീഷൻ അല്ല, പ്ലാനിംഗ് ബോർഡ് ഉണ്ട് അല്ലേ? അതുപോലെ എന്തുണ്ട്? പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. കേരള പ്ലാനിംഗ് ബോർഡിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതുപോലെ കേരളത്തിൽ ഇപ്പോഴും എന്തുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തെങ്കിലും കേരളത്തിൽ ഇപ്പോഴും 5 ഇയർ പ്ലാൻസ് നടപ്പിലാക്കുന്നുണ്ട്, പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ 14ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നതിന്റെ കാലഘട്ടം എന്നാണ്? 19-24, 22-27, 23-28, 24-29. കേരളത്തിലെ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2022-27 ആണ്. ഓപ്ഷൻ ബി ആണ്. കാരണം എന്താണ്? ഈ ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻസ് നടപ്പിലാക്കിയ അന്ന് മുതലേ എവിടെയുണ്ട്? കേരളത്തിലും ബാധകമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? 12-17 ആയപ്പോൾ, 2012-17 ആയപ്പോൾ ആ കാലഘട്ടം 12ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? ഇന്ത്യ അത് ക്യാൻസൽ ചെയ്തു. പക്ഷേ എന്ത് ചെയ്തു? കേരളം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? 5 ഇയർ പ്ലാൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. പഞ്ചവത്സര പദ്ധതിക്ക് അടിസ്ഥാനമായി വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഇന്ത്യക്ക് അതിന് പ്രൊപ്പോർഷണലായിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം ഇന്ത്യ നടപ്പിലാക്കിയതിനോടൊപ്പം കേരളവും നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ നിർത്തിയത് എവിടെയാണ്? ഇന്ത്യയിൽ 2012-17 കാരണം 12ാം പഞ്ചവത്സര പദ്ധതി, അത് 17 പിന്നെ 22, അതാണ് 13ാം പഞ്ചവത്സര പദ്ധതി വരുമ്പോൾ എന്ന് വരും? 13th വരുമ്പോൾ എന്ന് വരും? 2017-22 വരും അല്ലേ? ഇനി ഈ 13 എന്താണ്? ഇന്ത്യയിലും ഇല്ല, പക്ഷെ കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നു. അടുത്ത 14ാം പദ്ധതി 14th ആണെങ്കിലോ 2022-27. കണ്ടോ? അതിന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ഇന്ത്യയിൽ നടപ്പിലാക്കിയതിന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അത് തന്നെയാണ് കേരളത്തിലെ 5 ഇയർ പ്ലാൻസ്. 14th എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ ബി. അടുത്ത നോക്ക്, താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത് എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദ്യം. 5ാം പഞ്ചവത്സര പദ്ധതി 74-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 5ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 74-79 ആണോ? ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഗരീബി ഹഠാവോ ഒക്കെ 5ാം പദ്ധതിയിലാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 7ാം പഞ്ചവത്സര പദ്ധതി 85-90 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. ഏതാണ്? 7ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലഘട്ടത്തിലാണ്. ശരിയല്ലേ? 7ാം പദ്ധതി 85-90 കാലഘട്ടത്തിലാണ്. ആധുനികവൽക്കരണത്തിന്, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. ശരിയാണ്. 10ാം പദ്ധതി എന്ന് പറയുന്നത് 2002-2007 കാലഘട്ടത്തിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നായിരുന്നു ലക്ഷ്യം. അപ്പോൾ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 2002-2007 ശരിയാണ്.
12ാം പഞ്ചവത്സര പദ്ധതി 2012-2017 കാലഘട്ടത്തിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി ആണോ? അല്ല, മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകിയ പദ്ധതി ഇതല്ല. 12ാം പദ്ധതി മാനവശേഷി വികസനത്തിനല്ല, സുസ്ഥിര വികസനത്തിനാണ്. അപ്പം 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1, 2, 3 അല്ലെ 1, 2, 3 സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം. 2023 എന്താണ് ചോദിച്ച ക്വസ്റ്റ്യൻ? LGS, പിയൂൺ, വാച്ച്മാൻ എല്ലാം കൂടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത് നോക്ക്, 2023 ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് പഴയ ക്വസ്റ്റ്യൻസ്, നേരത്തെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കുറച്ച് പഴയ കാലഘട്ടത്തിലോട്ട് നോക്കിയാൽ, അതായത് 23-24 മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ പിന്നീടല്ലേ മാറിയത്. അപ്പോൾ 24-25 ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. കാരണം അത് ആ ക്വസ്റ്റ്യൻ പാറ്റേണിലാണ് ഇനി ചോദിക്കുക. അപ്പോൾ ഈ 23 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ എങ്കിലും അത് നമുക്ക് അറിഞ്ഞേ പറ്റൂ കാര്യം സ്റ്റേറ്റ്മെന്റിൽ വരും. ഓക്കെ, അപ്പോൾ നോക്ക്, 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? എത്ര IITകളാണ് സ്ഥാപിതമായത് ഇന്ത്യയിൽ? എത്ര IITകൾ? കാരണം 1ാം പഞ്ചവത്സര പദ്ധതിയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു? ഖരഗ്പൂരിലാണ് ആദ്യത്തെ IIT സ്ഥാപിതമാകുന്നത്. പഠിച്ചിട്ടില്ലേ? 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഖരഗ്പൂരിലാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി. പിന്നീട് ഇങ്ങോട്ട് എന്ത് ചെയ്തു? IITകൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. 1954-64 കാലഘട്ടത്തിനിടയിൽ എത്ര IITകൾ സ്ഥാപിതമായിട്ടുണ്ടെന്നാണ് ചോദ്യം. LD ക്ലർക്ക് അതുപോലെ കാഷ്യർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? ഓപ്ഷൻ ഡി അല്ലേ, 5 IITകളാണ് 54-64 കാലഘട്ടത്തിനിടയിൽ സ്ഥാപിതമായത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത 2023 ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ശില്പി. കണ്ടോ, അന്നത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? 23 ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയത്. അപ്പോൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ശില്പി ദാദാഭായ് നവറോജി, VKRV റാവു, RC ദേശായി, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ആരാണ്ട് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ശില്പി? പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്, PC മഹലനോബിസ് ആണ്. അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ പിന്നെ ജേണൽ അറിയാമല്ലോ, സംഖ്യയാണ്. അദ്ദേഹം ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ISI. എവിടെയാണ്? കൽക്കട്ടയിലാണ്. അതൊക്കെ പഠിച്ചതാണ്, ഓർത്തു വച്ചിരിക്കുക. ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടോ പഞ്ചവത്സര പദ്ധതി ഉണ്ടോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി ഇല്ലല്ലോ, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അടുത്ത് നോക്ക്, ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. 1ാം പഞ്ചവത്സര പദ്ധതി നേരത്തെയും വന്നതാണ്. ഓപ്ഷൻ ബി ആണ്, 1951. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ഏതൊക്കെയെന്നാണ് ചോദ്യം. ഹാരോഡ് ഡോമർ മാച്ച് ചെയ്യുന്നുണ്ടോ? യെസ്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഹാരോഡ് ഡോമർ മോഡൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. മാൽനോബിസ് മോഡൽ നമുക്കറിയാം, സെക്കൻഡ് 5 ഇയർ പ്ലാൻ മാച്ച് ചെയ്യുന്നുണ്ട്. റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, 12th 5 ഇയർ പ്ലാൻ ആണോ? ഇൻക്ലൂസീവ് ഗ്രോത്ത് വരുന്നുണ്ട്, പക്ഷേ അവിടെ എന്താണ്? സസ്റ്റൈനബിൾ, അതിൻ്റെ കൂടെ എന്തുകൂടെ വരുന്നുണ്ട്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഏതാണ്? 11th 5 ഇയർ പ്ലാൻ ആണ്. അപ്പോൾ ഇത് മാച്ച് ചെയ്യുന്നില്ല. DP ധർ മോഡൽ 5th 5 ഇയർ പ്ലാൻ ശരിയല്ലേ. DP ധർ ആണ് 5th 5 ഇയർ പ്ലാന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. അപ്പോൾ 1, 2, 4 ആണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻസിലുള്ളത്? 1, 2, 4. 4, 1, 2 തിരിച്ചെഴുതിയേക്കുന്നതേ ഉള്ളൂ. 4, 1, 2. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി. കിട്ടിയല്ലോ. അടുത്ത 2023 ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ഇന്ത്യ വിച്ച് 5 ഇയർ പ്ലാൻ ഫോക്കസ്ഡ് അപ്പോൺ ടാർഗറ്റ് ഓഫ് ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഈസി അല്ലേ നമുക്ക്. ഏത് 5 ഇയർ പ്ലാൻ ആണ്ട് പിന്നെ ഫോക്കസ് ചെയ്ത് ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വേഗത്തിലുള്ള സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് ഊന്നൽ കൊടുത്ത 5 ഇയർ പ്ലാൻ ഏതാണ്? 11th, 12th, 10th, 9th ഏതാണ്? നമുക്ക് നിസ്സംശയം പറയാം, ഓപ്ഷൻ ബി ആണ്. നോക്കാം, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? 2023 സിവിൽ എക്സൈസ് ഓഫീസർ ചോദിച്ചാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ വികസനം അല്ലേ, പദ്ധതി ലക്ഷ്യങ്ങൾ: സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളുടെയും വൈദികരിക്കുക, വിദ്യാലയങ്ങളുടെ ലിംഗസമത്വം കുറയ്ക്കുക, ഇവയെല്ലാം ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയിൽ സുസ്ഥിര വികസനം നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. മുഴുവൻ ഗ്രാമങ്ങളെയും വൈദികരിക്കുക ഏതിൻ്റെയാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അവിടെ പറയുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ റോഡ്സ് അല്ലേ, അതുപോലെ പിന്നെന്താണ് പോർട്സ്, അതുപോലെ
അതിനകത്ത് എന്ത് വരുന്നുണ്ട്, പവറും വരുന്നുണ്ട്. അതുപോലെ മുഴുവൻ ഗ്രാമങ്ങളുടെയും വൈദ്യുതീകരിക്കുക ലക്ഷ്യമായിരുന്നു. അപ്പോൾ എയും ബിയും ലക്ഷ്യങ്ങളായിരുന്നു. വിദ്യാലയങ്ങളുടെ ലിംഗസമത്വം കുറയ്ക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗസമത്വം, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള സമത്വം കുറയ്ക്കുക, അതായത് പെൺകുട്ടികളുടെ എണ്ണം വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ കൂട്ടുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് മൂന്നും എന്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ ഇവയെല്ലാം ഓപ്ഷൻ ഡി. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ഡി കിട്ടിയല്ലോ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ സുസ്ഥിര വികസനം കയറി ആൻസർ ചെയ്ത് കളയരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. എന്ത് ചെയ്ത് സുസ്ഥിര വികസനത്തോടൊപ്പം മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, അതുപോലെ വിദ്യാലയങ്ങളുടെ ലിംഗസമത്വം കുറയ്ക്കുക, അതുപോലെ ഇവയെല്ലാം. അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇവയെല്ലാം ഓൾ ദി എബോവ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇത് മൂന്നും എന്തിൻ്റെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. 2023 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അടുത്തത് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. എല്ലാവരും അയച്ചു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന നോക്കാം. 1974-78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ശരിയാണോ? 70 കൺഫ്യൂഷൻ വരും അല്ലേ. 74-78 വരെയാണ് പദ്ധതി നടപ്പിലാക്കി. 5ാം പദ്ധതി 74-79 പീരീഡിലേക്കാണ് കൊണ്ടുവന്നെങ്കിലും 78 എന്ത് ചെയ്തു? ഗവൺമെന്റ് മാറിയപ്പോൾ അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അപ്പോൾ 74-78 പ്രസ്താവന 1 ശരിയാണ്. ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി. ശരിയാണ്, നമ്മൾ പഠിച്ചു, ഒരുപാട് തവണ പറഞ്ഞല്ലേ. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനവും ആരംഭിച്ചു. ആ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 3 പ്രസ്താവനയും ശരിയാണ്. 1, 2, 3 ശരിയല്ല. 1, 3 ശരിയാണ്, 2 ശരിയല്ല. 1, 2, 3 1 ശരിയല്ല. 1, 2, 3 എല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 3 പ്രസ്താവനയും ശരിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 2023 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതാണ്? ശരിയായത്. ആസൂത്രണ കമ്മീഷൻ 50 സ്ഥാപിച്ചു. ശരിയല്ലേടെ? ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. ശരിയാണോ? ശരിയാണ്. ഇപ്പോൾ 2022-23 14ാം പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത്. ആണോ? 2022 ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി ഉണ്ടോ? ഇല്ല. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. സമത്വം, ഇക്വാളിറ്റി, ഇക്വിറ്റി. ശരിയല്ലേ? സമത്വം, ഇക്വാളിറ്റി, ഇക്വിറ്റി പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമല്ലേ. അപ്പോൾ 1, 2, 4 ആണ് അല്ലേ. 1, 2, 4 ഏതിലാണ് വരിക? 1, 2, 4 സിയിലാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത നോക്ക്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ടു ഫസ്റ്റ് 5-year പ്ലാൻ? 2023 LD ടൈപ്പിസ്റ്റ് ചോദിച്ചതാണ്. ഫസ്റ്റ് 5-year പ്ലാനുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദ ഫസ്റ്റ് 5-year പ്ലാൻ സ്റ്റാർട്ടഡ് ഇൻ 1951 ആൻഡ് ഹെൽപ്ഡ് ഇന്ത്യ ടു ഗോ അഹെഡ് വിത്ത് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്. ശരിയല്ലേ? 1951 സ്റ്റാർട്ട് ചെയ്തത്. എന്തിന് ഇന്ത്യയെ സഹായിച്ചു? ഡെവലപ്മെന്റിന് അല്ലെ, വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. ഫസ്റ്റ് 5-year പ്ലാൻ അഡ്രസ്ഡ് മെയിൻലി അഗ്രേറിയൻ സെക്ടർ ഇൻക്ലൂഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡാംസ് ആൻഡ് ഇറിഗേഷൻ. കാർഷിക മേഖലയ്ക്കാണ് 1ാം പദ്ധതി പ്രാധാന്യം കൊടുത്തത്. ഏതുൾപ്പെടെ? ഡാമുകളിലും ഇറിഗേഷനിലും ജലസേചനത്തിലുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ശരിയാണ്. ഭിലായ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഗോട്ട് അസിസ്റ്റൻസ് ഫ്രം USSR ഇൻ ദ ഫസ്റ്റ് 5-year പ്ലാൻ അല്ലേ. ഭിലായ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിന് USSRൽ നിന്ന് ഫസ്റ്റ് 5-year പ്ലാൻ, അത് എവിടെയാണ്? സെക്കൻഡ് 5-year പ്ലാൻ പീരീഡിലാണ് അവർക്ക് അസിസ്റ്റൻസ് കിട്ടിയത്, ഭിലായ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിക്ക്. അപ്പോൾ അത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. 1, 2 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. യെസ്, ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ ഈ 2023 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടുതലും ഈ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും 1ഉം 2ഉം 5-year പ്ലാനെ ബേസ് ചെയ്താണ് ചോദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഏത് 5-year പ്ലാൻ വേണമെങ്കിലും ചോദിക്കാം. 1ഉം 2ഉം വിട്ടിട്ട് അവരിപ്പോൾ എന്താണ് ഈ 5th, 6th, 11th, 12th അങ്ങനെയൊക്കെ ഉള്ളതാണ് എടുത്ത് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ 5-year പ്ലാനും നേരത്തേക്ക് ആണെങ്കിൽ നമുക്ക് സെലക്റ്റീവായിട്ട് 1, 2, 3 5-year പ്ലാൻസ് മാത്രം സെലക്റ്റീവായിട്ട് നോക്കിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. ബാക്കിയുള്ളതിലൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാത്തിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് എല്ലാം കൂടെ മിക്സ്ചർ ആയിട്ടും ചോദിക്കാറുണ്ട്. 2022 ചോദിച്ചു നോക്ക്. ഇൻ ഇന്ത്യ വിമൻ കമ്പോണന്റ് പ്ലാൻ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ വിച്ച് 5-year പ്ലാൻ അല്ലേ. വിമൻ കമ്പോണന്റ് പ്ലാൻ നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിലെ WCP വിമൻ കമ്പോണന്റ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെ? ഏത് 5-year പ്ലാൻ പീരീഡിലാണ്? ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. 9th 5-year പ്ലാൻ. 9th 5-year പ്ലാനിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 9th 5-year പ്ലാനുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. അടുത്ത നോക്ക്. ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് വാസ് ദ വാച്ച് വേർഡ് ഓഫ്. എന്നുവെച്ചാൽ എന്ത്?
ഏത് പഞ്ചവത്സര പദ്ധതിയുടെ വാച്ച് വേർഡ് ആണ് അല്ലെങ്കിൽ തീമാണ് ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്? നേരത്തേക്ക് ഒത്തിരി തവണ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞതാണ്. ഏതാണ്? നമുക്ക് നിസ്സംശയം പറയാം, ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. 2022 എക്സൈസ് ഇൻസ്പെക്ടർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്ക്, 2022 സബ് ഇൻസ്പെക്ടർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദ അസസ്മെന്റ് ഓഫ് 5-year plans in India? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് 5-year plan വാസ് എ ബിഗ് സക്സസ് ഡെസ്പൈറ്റ് ദ സ്കേഴ്സിറ്റി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. സെക്കൻഡ് 5-year plan വാസ് എ ബിഗ് സക്സസ്. രണ്ടാം പദ്ധതി വലിയൊരു വിജയമായിരുന്നു. ഡെസ്പൈറ്റ് എന്നിരുന്നാലും ദ സ്കേഴ്സിറ്റി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതായത് രണ്ടാം പദ്ധതി കാലത്ത് വിദേശ നാണ്യത്തിന്റെ സ്കേഴ്സിറ്റി ദൗർലഭ്യം ഉണ്ടായിരുന്നു എങ്കിലും രണ്ടാം പദ്ധതി വലിയ വിജയമായിരുന്നു. ശരിയാണോ? തെറ്റാണ്. രണ്ടാം പദ്ധതി അവർ പ്രതീക്ഷിച്ച ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു പദ്ധതി കൂടിയാണ്. സെക്കൻഡ് 5-year plan വാസ് ബേസ്ഡ് ഓൺ വേജ് ഗുഡ് മോഡൽ. സെക്കൻഡ് 5-year plan എന്ന് പറയുന്നത് വേജ് ഗുഡ് മോഡലിനെ ബേസ് ചെയ്തിരിക്കുന്നു. വേജ് ഗുഡ് മോഡലിനെ ബേസ് ചെയ്തിരിക്കുന്നു. അതായത് സെക്കൻഡ് 5-year plan വേജ് ഗുഡ് മോഡലാണോ? അല്ല, മഹലനോബിസ് മോഡലാണ്. മഹലനോബിസ് മോഡലാണ് സെക്കൻഡ് 5-year plan എന്ന് പറയുന്ന വേജ് ഗുഡ് മോഡൽ. അപ്പോൾ ഈ വേജ് ഗുഡ് മോഡൽ എന്ന് പറയുന്നത് രണ്ടാം പദ്ധതിയുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഏതിന്? മഹലനോബിസ് മോഡൽ. രണ്ടാം പദ്ധതി ഏതാണ്? മഹലനോബിസ് മോഡലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏതിന് ബദലായിട്ട്? മഹലനോബിസ് മോഡലിന് ബദലായിട്ട് വന്ന ഒരു മോഡലാണ് വേജ് ഗുഡ് മോഡൽ. അന്ന് ഓർത്തിരിക്കുക, CN അതുപോലെ എന്താണ്? വക്കീൽ, CN വക്കീൽ, അതുപോലെ ബ്രഹ്മാനന്ദ. ഈ രണ്ട് ഇന്ത്യൻ ഇക്കോണമിസ്റ്റുകൾ ചേർന്ന് ഏതിന് ആൾട്ടർനേറ്റീവായിട്ട് മഹലനോബിസ് മോഡൽ ആൾട്ടർനേറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ് എന്ന് പറയുന്നത് വേജ് ഗുഡ് മോഡൽ എന്ന് പറയുന്നത്. അതായത് വേജും അതുപോലെ പ്രൊഡക്ഷനും തമ്മിലുള്ള അന്തരമാണ് രാജ്യത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമെന്നൊക്കെ പ്രതിപാദിക്കുന്ന ഒരു മോഡലാണ് വേജ് ഗുഡ് മോഡൽ. ആരൊക്കെയാണ്? CN വക്കീൽ ആൻഡ് ബ്രഹ്മാനന്ദ. ഇവർ ചേർന്ന് ഫോം ചെയ്തതാണ് ഈ വേജ് ഗുഡ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് 5-year plan ബേസ്ഡ് ഓൺ വേജ് ഗുഡ് മോഡൽ ആണോ? സെക്കൻഡ് 5-year plan ഏതാണ്? മഹലനോബിസ് മോഡലാണ്. അപ്പോൾ തെറ്റാണ്. ഫസ്റ്റ് 5-year plan വാസ് എ ഗ്രേറ്റ് സക്സസ് ആസ് ദ പ്രൊഡക്ഷൻ ടാർഗറ്റ്സ് വെയർ മോർ ദാൻ ഫുൾഫിൽഡ്. അതായത് ഒന്നാം പദ്ധതി വലിയ വിജയമായിരുന്നു. കാരണം എന്താണ്? പ്രൊഡക്ഷൻ ടാർഗറ്റ് അവിടെ ടാർഗറ്റ് ചെയ്തത് വെയർ മോർ ദാൻ ഫുൾഫിൽഡ്. അതിൽ കൂടുതൽ ടാർഗറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ നേടിയെടുത്ത ഒരു 5-year plan ആയിരുന്നു ഫസ്റ്റ് 5-year plan. സംശയം പറയാം, ശരിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ ആൻസർ എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ 3 ആണ് ശരിയായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ 3 എന്ന് പറയുന്നത് ബിയിലാണുള്ളത്. ബി. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, ഏതാണ്ടേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ആൻസർ കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം 2022 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വ്യാവസായിക വികസനം, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, സുസ്ഥിര വികസനം. ഏതാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. ഓപ്ഷൻ സി ആണ്. കണ്ടോ, ആ സമയത്തെ ക്വസ്റ്റ്യൻ കുറച്ച് പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തുണ്ട് 2022 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ചോദിച്ചാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏത്? 97, 2002, 2007, 2012, 2017 അല്ലേ? 12-17 ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? 2022 പോലീസ് കോൺസ്റ്റബിൾ ആണ്. വിച്ച് 5-year plan linked ICDS to അങ്കണവാടി സെന്റേഴ്സ് അല്ലെ? ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് അങ്കണവാടി സെന്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത 5-year plan ഏതാണ്? ICDS നേരത്തെ വന്നതാണ്, 1975 വന്നതാണ് ICDS എന്ന് പറയുന്നത്. അത് എന്താണ്? ഏതുമായിട്ട് ലിങ്ക് ചെയ്തത്? അങ്കണവാടി സെന്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തത്. ICDS അങ്കണവാടി സെന്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത 5-year plan ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അങ്കണവാടികളുമായിട്ട് ലിങ്ക് ചെയ്തത് 5-year plan ഏതാണ്ട്? ആ 10th 5-year plan പീരീഡിലാണ്. 10th 5-year plan. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത് നോക്ക്. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം 2022 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചാണ്. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം എന്ന് പറയുന്നത് 1951 ആണ്. 1951 ആണ്. ഓക്കെ, അടുത്ത നോക്ക്. സിവിൽ പോലീസ് ഓഫീസർ 2022 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏതാ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1950 ഒന്നാം പദ്ധതി ആരംഭിച്ചു. ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരി ലാൽ നന്ദയായിരുന്നു.
ലക്ഷ്യം കാർഷിക പുരോഗതിയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു. കണ്ടോ, ആ സമയത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും 1, 2 5 ഇയർ പ്ലാൻസിനെ ബേസ് ചെയ്താണ്. അപ്പോൾ എന്താണ് ചോദ്യം? 1950 ആരംഭിച്ച ഒന്നാം പഞ്ചവത്സര പദ്ധതി. തെറ്റാണ്, 51 ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരി ലാൽ നന്ദയായിരുന്നു. ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരി ലാൽ നന്ദയായിരുന്നു. ശരിയാണ്. ലക്ഷ്യം കാർഷിക പുരോഗതി. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു. തെറ്റാണ്, 2ാം പദ്ധതിയിലാണ് ആരംഭിച്ചപ്പോൾ 2, 3 സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ ശരിയായിട്ട് വരിക. തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. തെറ്റായ പ്രസ്താവന. അപ്പൊ തെറ്റായ പ്രസ്താവന ഏതാണ്? 1ഉം 4ഉം അല്ലേ? 1ഉം 4ഉം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അടുത്ത 2022 സിവിൽ പോലീസ് ഓഫീസർ ചോദിച്ചാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏത്? കണ്ടോ, ഇൻക്ലൂസീവ് ഗ്രോത്ത് 12th 5 പ്ലാനിലും ഉണ്ട്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 8th പ്ലാൻ, 9th പ്ലാൻ, 11th പ്ലാൻ, 10th പ്ലാൻ. ഏതാണ്? 11th പ്ലാൻ അല്ലേ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന സമഗ്ര വികസനം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്ക്, താഴെ പറയുന്ന തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിലുള്ള വളർച്ച. ശരിയാണ്. സ്വാശ്രയത്വം. ഭൂപരിഷ്കരണം വരുന്നുണ്ടോ? ഇല്ല. ആഗോളവൽക്കരണവും വരുന്നില്ല. അപ്പോൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഇപ്പോൾ ഏതൊക്കെയാണ് ഇതിനകത്ത് വരിക? അപ്പോൾ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവയാണ് ചോദ്യം. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിലുള്ള വർധനവ്, സ്വാശ്രയത്വം, ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം. അപ്പോൾ ആദ്യത്തെ 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ബാക്കി 2ഉം എന്താണ്? പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തവയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്, അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ് നേരത്തെ അതിൻ്റെ സോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. NCERT ക്ലാസ് +1 ആണ്, ക്ലാസ് 11, ചാപ്റ്റർ 2 ഇന്ത്യൻ ഇക്കോണമി ഫ്രം 1950 to 1990. നിങ്ങൾക്ക് അഡീഷണൽ റീഡിങ്സിനായിട്ട് തരികയാണ്. കാരണം ഈ 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ സോഴ്സിൽ നിന്നാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഒരു അഡീഷണൽ റീഡിങ്സിനായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എൻ്റെ ഗോൾസ് ഗ്രോത്ത് എന്ന് വെച്ചാൽ GDP ഗ്രോത്ത്, രണ്ടാമത്തെ മോഡേണൈസേഷൻ, രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് കണ്ടോ മോഡേണൈസേഷൻ, അതുപോലെ മൂന്നാമത്തെ സെൽഫ് റിലയൻസ്, നാലാമത്തെ ഇക്വിറ്റി മീൻസ് ഇക്വാളിറ്റി. അന്ന് റെഫർ ചെയ്യുക കേട്ടോ. റെഫർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 2022 ഫയർമാൻ ട്രെയിനിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് 20 പരിപാടി. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ കൊടുത്ത പദ്ധതി ഏതാണ്? 5ാം പദ്ധതി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ കൊടുത്ത പദ്ധതി ഏതാണ്? നമ്മൾ അതിനായിട്ട് 20 പരിപാടി കൊണ്ടുവന്നതും ഏത് പദ്ധതിയിലാണ്? 5ാം പദ്ധതിയിൽ തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതെല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. ഓരോന്നിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിനകത്ത് അച്ചീവ്മെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഏതിന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം കേട്ടോ. അടുത്ത് നോക്ക്, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. കണ്ടോ, വീണ്ടും വന്ന ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. പറഞ്ഞേ, പ്ലാൻ ഹോളിഡേ എന്നാണ്? ഓപ്ഷൻ എ 66, 69, 78, 80, 84, 87, 93, 95. പറഞ്ഞേടെ ഏതാണ് ആൻസർ? പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 66, 69 ആണ്. കണ്ടോ, 66, 69 ആണ്. 78, 80 എന്താണ്? റോളിംഗ് പ്ലാൻ. മറക്കരുത്, റോളിംഗ് പ്ലാൻ ആണ്. അടുത്ത നോക്ക്, 2021 ഓഫീസ് അറ്റൻഡന്റ് ലാബോറട്ടറി അറ്റൻഡർ ചോദിച്ചതാണ്. നോക്ക്, ഓരോ പദ്ധതിയുമായിട്ട് ജോഡികൾ ശരിയായി യോജിക്കുന്നത് എന്നാണ് ചോദ്യം. 3ാം പദ്ധതി വ്യാവസായ വികസനം. യോജിക്കുന്നുണ്ടോ? ഇല്ല, അത് 2ാം പദ്ധതിയാണ്. 5ാം പദ്ധതി സുസ്ഥിര വികസനമാണോ? അത് 12ാം പദ്ധതിയാണ്. 8ാം പദ്ധതി മാനവശേഷി വികസനം. 8ാം പദ്ധതി മാനവശേഷി വികസനം ആണ്. 8ാം പദ്ധതി മാനവശേഷി വികസനം. 12ാം പദ്ധതി ഗ്രാമീണ വികസനമാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് യോജിക്കുന്നത്. ഓപ്ഷൻ സി, മാനവശേഷി വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് 8ാം പദ്ധതി ഊന്നൽ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്ത 2021 ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായ ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 1ാം പദ്ധതിയാണോ? 2, 3ാം പഞ്ചവത്സര പദ്ധതി, 4ാം പഞ്ചവത്സര പദ്ധതി? എവിടെയാണ്? ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ 2ാം പദ്ധതിയിലാണ്. 2ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത നോക്കുക, among the major objectives of some 5 year plans in India, which one is in a correct ascending or chronological order? അപ്പോൾ നമ്മൾ ഈ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഓരോ 5 ഇയർ പ്ലാൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അസെൻഡിങ് ഓർഡറിൽ ചോദിച്ചിരിക്കുകയാണ്. നോക്കാം, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഏത് 5 ഇയർ പ്ലാൻ ആണ്?
11th 5 ഇയർ പ്ലാൻ ആണ് അല്ലേ. 11th 5 ഇയർ പ്ലാൻ എഴുതി നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വളരെ വേഗത്തിലുള്ള വ്യാവസായികവൽക്കരണം, 2nd 5 ഇയർ പ്ലാൻ. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് എന്താണ്, 5th 5 ഇയർ പ്ലാൻ അല്ലേ. അപ്പോൾ അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ എന്താണ്, ഫസ്റ്റ് അല്ലേ ആദ്യം വരിക. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആദ്യം വരുന്നത്. 3 വരുന്നത് ഏതാണ്, 3 ഇല്ലാത്തത് സിയിലേ ഉള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്യാം. അടുത്തത് ഏതാണ്, 2nd 5. അപ്പോൾ 3 കഴിഞ്ഞ് 2 ആണ് വരേണ്ടത്. ഇപ്പോൾ 2 ഇല്ലാത്തത് ഡിയിലുണ്ട്, അതും കട്ട് ചെയ്തു. കണ്ടോ, 2 ഉള്ളത് ഏതാണ്, എയിലും ബിയിലുമാണ് 2 തന്നെ വരുന്നത്. അടുത്ത എന്താണ്, അപ്പോൾ 3 2. അടുത്ത ഏതാണ് വരേണ്ടത്, ഇപ്പോൾ അടുത്ത വരുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, 2nd 5 ഇയർ പ്ലാൻ, അടുത്ത 5th അല്ലേ വരേണ്ടത്. അപ്പോൾ 4th 5 ഇയർ പ്ലാൻ ആണ് വരേണ്ടത്. 4th ഉണ്ട്. അടുത്ത ഏതാണ്, ലാസ്റ്റ് വൺ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടോ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി. കാരണം എന്താണ്, ആദ്യം വരുന്നത് ഏതാണ്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് ചോദ്യം. അപ്പോൾ ആദ്യം വരെ ഏതാണ്, അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് അല്ലേ, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ 3 ആദ്യം വന്നു. രണ്ടാമത് വരുന്നത് ഏതാണ്, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, കാരണം 2nd 5 ഇയർ പ്ലാനിലാണ്. അപ്പോൾ ഓപ്ഷൻ 2 അടുത്ത വന്നു. അടുത്ത ഏതാണ്, പോവർട്ടി ഇറാഡിക്കേഷൻ, 5th പ്ലാനിലെ അടുത്ത് വരേണ്ടത്, 5th പ്ലാൻ. 4 വന്നു. ലാസ്റ്റ് വൺ 11th 5 ഇയർ പ്ലാൻ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സിൻ്റെ 5 ഇയർ പ്ലാൻ എഴുതി നോക്കിയാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആർ കറക്റ്റ് അബൌട്ട് 5th 5 ഇയർ പ്ലാൻ. 5ാം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, ഈ 5th 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ 5th 5 ഇയർ പ്ലാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചത് 5th 5 ഇയർ പ്ലാൻ ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ കാരണം എന്താണ്, ഈ പോവർട്ടി ഇറാഡിക്കേഷനുമായി ബന്ധപ്പെട്ട ഗരീബി ഹഠാവോ, അതുപോലെ 20 പോയിന്റ് പ്രോഗ്രാം, ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്നത് കൊണ്ടാണ് അവർ കൂടുതൽ ഇവരെന്ത് ചെയ്യുന്നത്, ചോദ്യകർത്താക്കൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഡ്യൂറേഷൻ വാസ് ഫ്രം 1974 to 78. 5th 5 ഇയർ പ്ലാൻ്റെ ഡ്യൂറേഷൻ 74 മുതൽ 78 വരെയാണ്. ശരിയല്ലേ, ശരിയാണ്. ദ പ്ലാൻ ഫോക്കസ്ഡ് ഓൺ ഗരീബി ഹഠാവോ, എംപ്ലോയ്മെൻറ്റ്, ജസ്റ്റിസ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ഡിഫൻസ്. അപ്പോൾ ഈ പ്ലാൻ എന്താണ്, എന്തിന് ഫോക്കസ് ചെയ്തു, ഗരീബി ഹഠാവോ, എംപ്ലോയ്മെൻറ്റ്, ജസ്റ്റിസ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ഡിഫൻസ്. ശരിയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം പ്രൈവറ്റ് സെക്ടർ ഗോട്ട് പ്രയോറിറ്റി ഓവർ ദി പബ്ലിക് സെക്ടർ. ആദ്യമായിട്ട് പബ്ലിക് സെക്ടറിനേക്കാൾ പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് ലഭിച്ചു. അത് തെറ്റാണ്. അതൊക്കെ എന്താണ്, 8ാം പദ്ധതി തൊട്ടാണ് അത് വരുന്നത്. ഇറ്റ്സ് ഡ്യൂറേഷൻ ഫ്രം 1985 to 1990. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്, 85-90 ആണ്. തെറ്റാണ്. ഡ്യൂറേഷൻ 74-78 85-90 അല്ല, അത് 7ാം പദ്ധതിയുടെ ഡ്യൂറേഷനാണ്. ദിസ് പ്ലാൻ വാസ് ടെർമിനേറ്റഡ് ഇൻ 1978 ന്യൂലി ഇലക്റ്റഡ് മൊറാർജി ദേശായി ഗവൺമെൻറ്. അതായത് 5th പ്ലാനെ ടെർമിനേറ്റ് ചെയ്തു 78 ആര്, മൊറാർജി. കാര്യം 74 മുതൽ 79 വരെയാണ് വരേണ്ടത്, പക്ഷേ 78 മൊറാർജി ദേശായി ടെർമിനേറ്റ് ചെയ്തു. അപ്പം ശരിയാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 5 1, 2, 5 ആണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാ 1, 2, 5 1, 2, 5 കണ്ടോ, ഓപ്ഷൻ എ ആണ് വരേണ്ടത്. ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ. അടുത്തത് 2023 ചോദിച്ചതാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം. കണ്ടോ, ലക്ഷ്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം, കയറ്റുമതി. ഏതൊക്കെയാണ്, 1, 2, 3. കയറ്റുമതി വരുന്നുണ്ടോ, ഇല്ല. അപ്പോൾ 1, 2, 3 ഓപ്ഷൻ എ ആണ്. അടുത്ത നോക്കി, 2ാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ച താഴെ പറയുന്നവയിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ്. കനത്ത വ്യവസായം. കനത്ത വ്യവസായം ഇവരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് 2ാം പദ്ധതി ഊന്നൽ കൊടുത്തില്ലേ. വലിയ ഡാമുകളുടെ നിർമ്മാണം, വലിയ ഡാമുകളുടെ നിർമ്മാണം, ഇൻഷുറൻസ്, രാജ്യസുരക്ഷ, അതൊക്കെ പിന്നീടാണ് വരുന്നത്. ഇവർ ഊന്നൽ കൊടുത്തത് 1ഉം 2നുമാണ്. 1ഉം 2ഉം വലിയ ഡാമുകളുടെ നിർമ്മാണവും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇൻഷുറൻസ്, രാജ്യസുരക്ഷയ്ക്കൊന്നും 2ാം പദ്ധതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, ശ്രദ്ധ കനത്ത ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും അതുപോലെ വലിയ ഡാമുകളുടെ നിർമ്മാണം, വലിയ ഡാമുകളുടെ നിർമ്മാണം. കാരണം ഫസ്റ്റ് 5 പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്തു എങ്കിലും 2nd 5 പ്ലാനിലും എന്ത് ചെയ്തു, ഇതിന് വലിയ ഡാമുകളുടെ നിർമ്മാണത്തിനൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ പണിയൊക്കെ വേഗത്തിലാവുന്നത് 2nd 5 പ്ലാനിലാണ്. അതുകൊണ്ടാണ് വലിയ ഡാമുകളുടെ നിർമ്മാണം. അടുത്ത നോക്ക്, താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളവ ഏതെല്ലാം. 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് 69-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ശരിയല്ലേ, ശരിയാണ്. മാൽനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. ആണോ, അല്ല. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ശരിയാണ്.
അപ്പോൾ ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് നിങ്ങൾ മാറിപ്പോരുത്. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പദ്ധതി എന്ന് വെച്ചാൽ അത് 3-ാം പദ്ധതിയാണ്. പക്ഷേ ഗാഡ്ഗിൽ ഇവിടെയും എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഗാഡ്ഗിൽ ഫോർമുല നടപ്പിലാക്കുന്നുണ്ട്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ 4-ാം പദ്ധതിയാണ്. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് 3-ാം പഞ്ചവത്സര പദ്ധതി. എന്നാൽ ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയത് ഏതാണ്? 3-ാം പദ്ധതി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടന്നില്ലേ? ശരിയാണ്. 69-ൽ 14 ബാങ്കുകൾ ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചു. അപ്പോൾ 1, 3, 4 എന്ത് ചെയ്തത്? ശരിയായ പ്രസ്താവന 1, 3, 4. ഇതാ സി ആണ് വരേണ്ടത്. നോക്കാം നമുക്ക്. യെസ്, സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കുക, 2024 ഡ്രൈവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്ങിലാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങൾ ഏതാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, വ്യവസായ വികസനം, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഏതാണ്ട് വരിക? 1 ബി ആണ് വരുന്നത്. 1 ബി ഇല്ലാത്ത നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ്? എയും സിയും അല്ലേ ബാക്കിയുള്ളൂ. 2-ാം പദ്ധതി വ്യാവസായിക വികസനം. 2 ഏതാണ്? സി ആണ് വരേണ്ടത്. അപ്പോൾ 2 സി അല്ലേ? അപ്പോൾ എയും കട്ട് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ആൻസറിലെത്തി. 2 സി. 3 കൂടെ നോക്കാം. 3-ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4-ാം പദ്ധതി ഏതാണ്? 4-ാം പദ്ധതി സ്വാശ്രയത്വം. 4-ാം പദ്ധതി സ്വാശ്രയത്വം. അപ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്. 3 കണ്ടോ? 3. 3-ാം പദ്ധതി ഡി ആണ്. 4-ാം പദ്ധതി എ ആണ്, സ്വാശ്രയത്വമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നോക്കാം. യെസ്, ഓപ്ഷൻ സി ആണ്. അടുത്ത നോക്കി, 2024 ചോദിച്ചതാണ്. 2-ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ജവഹർലാൽ നെഹ്റു, PC മഹലനോബിസ്, മുഖർജി, ജോൺ മത്തായി. അല്ലേ? AC അല്ലേ? 2-ാം പദ്ധതി PC മഹലനോബിസ്. ബി ആണ്. അടുത്ത നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ ബ്രോഡ് വിഷൻ ഓഫ് ദ ലാസ്റ്റ് 5-year പ്ലാൻ ഓഫ് ദ ഗവൺമെന്റ്? അതായത് നമ്മുടെ ഗവൺമെന്റ് ലാസ്റ്റ് 5-year പ്ലാൻ, 12th 5-year പ്ലാൻ അല്ലേ ലാസ്റ്റ്, അതിന്റെ ബ്രോഡ് വിഷൻ ഏതായിരുന്നു? അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്തായിരുന്നു 12th 5-year പ്ലാന്റെ? ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ലെഡ് ഗ്രോത്ത്, ഓൾ റൗണ്ട് ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, ഗരീബി ഹഠാവോ. ഏതാണ്ട് ആൻസർ പറഞ്ഞേ? ഏതാണ്? ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ശരിയല്ലേ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്രയുമാണ് 5-year പ്ലാൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് തന്നെ എന്താണ്, ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സും കണ്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഭാഗം 5-year പ്ലാൻസിൻ്റെ ഭാഗം പെർഫെക്റ്റ് ആവണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക, നോട്ട്സ് പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാതെ യാതൊരു കാര്യവും നടക്കത്തില്ല. പരീക്ഷ ആളി ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെയാണ് പലരും എന്ത് ചെയ്യുന്നത്, തെറ്റിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ആൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.